കുച്ചിനാടിനെ പൊന്നു കുച്ചിനാടിൻ്റെ സുന്ദരനാണ് കുളിച്ചോട്ടാ. ഇത് നല്ല മഴ വരുന്നുണ്ട്, നല്ല കറുത്തിരുണ്ട മഴ വരുന്നത്. അവിടെ നിൽക്ക അടി പറയുമ്പോൾ വന്നാൽ മതി കേട്ടാ. തുടക്കൊക്കെ വേണ്ടേ, എന്നിട്ട് വന്നാൽ മതി. കുളിക്കാതെ ഇരുന്ന് അങ്ങനെ പൗഡറൊക്കെ ഇട്ട് തന്നെ സുന്ദരനൊക്കെ ആക്കണം. നമ്മുടെ പൊന്ന് ചക്കരി അല്ലേടാ. നല്ല ഗുഡ് ബോയ് ഗുഡ് ബോയ് കുളിക്കാൻ നിൽക്കുന്ന നല്ല ഗുഡ് ബോയ്, നല്ല ഡിസിപ്ലിനായിട്ട്. ശരി ഏട്ടാ, കുച്ചിട്ട് വായട്ടാ. കുളിച്ചെന്ന് അടുക്കളയിൽ. ഓ നശിപ്പിച്ചേ. ഇനി അതൊക്കെ കഴുകണം മമ്മിക്ക്. തുടക്കട്ടെ, അവിടെ കിടന്ന് തുടക്ക കേട്ടാ. കിടന്ന് എന്തായാലും എണി തുടക്കട്ടെ. അല്ല തലയൊക്കെ നല്ലവണ്ണം തോർത്ത് വല്ല പനിയൊക്കെ പിടിക്കും. 29-ാം തീയതി ഇഞ്ചക്ഷനുണ്ട്. ശരി തോർത്തിട്ടൊക്കെ വാ പൊന്നാ. മമ്മി കണ്ടു നീ കുളിച്ചെന്നൊക്കെ കണ്ടു. എൻ്റെ അടുത്ത് വരണ്ട, അടുക്കളയിൽ വന്ന് കാണിക്കുന്നു മമ്മി കുളിച്ചെന്ന്. ഓടി വന്ന് വെച്ചിട്ടല്ലേ. ഗുഡ് ബോയ് എണീറ്റ് അവിടെ വന്ന് ഇരിക്കുന്ന കേട്ടോ. തുടച്ച് താഴെ വെച്ചാ നേരാമണ്ണം, തുടച്ചൊക്കെ താഴെ വെച്ചാ നേരാമണ്ണം. ചുമ്മാ ഇനി ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് പൊന്നിന് തണുക്കാൻ. ഫുഡ് തരും. ഇടിവെട്ടുന്ന് കാർത്തിരണ്ട് ഇടിവെട്ടുന്ന്. കാളുവിനെ കണ്ടില്ലേ പൊന്ന്? കാർത്തിരണ്ട് അല്ല ഇടിവെട്ടുന്നുണ്ട്. മഴ അങ്ങോട്ട് ചാറ്റമഴ പെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഉറയ്ക്കും. ഇവനെ മോളിൽ കൊണ്ടുപോകാൻ പറ്റില്ല, നല്ല ചെളിയും വെള്ളമൊക്കെ ആയിട്ട് കിടക്കുന്ന അവിടെ. ചെളി ഉണ്ടാവില്ല, വെള്ളം. എന്ന് മമ്മ ഡ്രയർ മെഷീനിലൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. എന്തിങ്ങനെ തിരിഞ്ഞു നോക്കണേ ഡ്രയർ മെഷീൻ എന്ന് പറഞ്ഞപ്പോൾ? അതിനത് ഇഷ്ടമല്ല സൗണ്ട് കേൾക്കുന്നത്. അച്ഛൻ ക്ഷീണിച്ചു മോനെ കുളിപ്പിച്ചപ്പം. എൻ്റെ മോനെ നോക്കാം. ചേച്ചി, ചേട്ട, മമ്മി, ഡാഡി പോരെ. പോരെ. എൻ്റെ മോൻ ഭാഗ്യം പറഞ്ഞതല്ലേ. എൻ്റെ മോൻ ഭാഗ്യം പറഞ്ഞതാണ് എൻ്റെ മോൻ. മുജ്ജന്മത്തിൽ എൻ്റെ മോൻ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. എന്തോ നല്ലത് ചെയ്തിട്ടുണ്ട്. ഫുഡ് കൊടുക്കണം തണുക്കാൻ. ഈ ലോകത്തിൽ അമ്മമാരെ കൊണ്ടുവന്ന് കളയുന്നു, അച്ഛന്മാരെ കൊണ്ടുവന്ന് കളയുന്നു, പെങ്ങളെ കൊല്ലുന്നു, അവരെ കൊല്ലുന്നു, ഇവരെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു. ഇതുപോലത്തെ പെറ്റുകളെയൊക്കെ കൊണ്ടുപോയി എന്തോരം റോഡിൽ കളയുന്ന ആ ഒരു ഇത് കഴിയുമ്പോൾ എൻ്റെ മോൻ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് തന്നെ വളരെ ഭാഗ്യമെന്ന് പറയുന്നത്. എൻ്റെ മോൻ മുജ്ജന്മത്തിൽ എന്തോ നല്ല ചെയ്തിട്ടാണ് മമ്മിയുടെ കയ്യിൽ കിട്ടിയത് ഇല്ലേ. അപ്പോൾ അമ്മയും പൊന്നിനെ അച്ഛനെയൊക്കെ ഉണ്ട് സുന്ദരമായിട്ടാണ് നോക്കുന്നത്. എൻ്റെ മക്കളെ എങ്ങനെ നോക്കിയോ അതുപോലെ എന്നെ നമ്മൾ നോക്കുന്നത് ഇല്ലേ പൊന്നാ. പൊന്നിന് ടൈം ടു ടൈം മെഡിസിൻ, ടൈം ടു ടൈം ഫുഡ്, ടൈം ടു ടൈം ഉറക്കൽ, എല്ലാം ഒന്നിനും വിഷമമില്ല അവന്. കൊഞ്ചുന്ന നമ്മളോട്. ടൈം ടു ടൈം ഡോക്ടർ ചെക്കപ്പ്, ടൈം ടു ടൈം ഇഞ്ചക്ഷൻ. ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞു റാബിസിന്. അടുത്തത് 29-ാം തീയതി കേട്ടോ. അത് നമുക്ക് മഞ്ഞപ്പത്തവും പനിയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷനാണ് അവർക്ക്. എൻ്റെ മോൻ ഞങ്ങൾ സുന്ദരമായിട്ട് എൻ്റെ പൊന്ന്. ഇവർക്കൊക്കെ കുറച്ചൊക്കെ ആയുസേ ഉള്ളൂ. ആ ആയുസ് വരെ നമ്മൾ നല്ലതായിട്ട് നോക്കണം അല്ലേ. ഇല്ലേ പാവങ്ങളാണ്, പഞ്ചപാവങ്ങളാണ്. പഞ്ചപാവം ഇവരെയൊക്കെ നോക്കിയില്ലെങ്കിൽ പിന്നെ എന്തുവാ മനസ്സെന്ന് പറയുന്നത്. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ നോക്കണമെങ്കിൽ ഇതുപോലെ നോക്കണമെങ്കിൽ നല്ലൊരു മനസ്സ് തന്നെ വേണം കേട്ടോ. എല്ലാവർക്കും പറ്റൂല്ലേന്നൊന്നും എനിക്കറിയത്തില്ല. ഇതുപോലെ നല്ല കെയറിങ്ങിൽ നോക്കി അവരെ സ്വന്തം മക്കളായിട്ട്. അപ്പോൾ നിങ്ങൾ പലരും എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടുകാരും വഴക്ക് പറയും ബെഡിലൊക്കെ. പക്ഷേ പറ്റൂല. നമ്മുടെ മകനെ പോലെ തന്നെയാണ് നോക്കുന്നത്. വെട്ടിക്കിടക്കി അവനെ ഓടിച്ചാടട്ടെ, അവനെ കെട്ടിയിടുന്ന പ്രശ്നമൊന്നുമില്ല. അവൻ്റെ ജീവിതം മൊത്തം ഇങ്ങനെ അവൻ ഫ്രീ ആയിട്ട് ഓടി ഞങ്ങളോട് കിടന്ന് ഞങ്ങളോട് കളിച്ച് ഇരിക്കട്ടെ. പിന്നെ എൻ്റെ പൊന്നിന് നന്നായിട്ട് അറിയാം, എല്ലാ കാര്യങ്ങളും എൻ്റെ പൊന്നിന് അറിയാം. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. സൺഡേ മഴയും കാര്യങ്ങളും ഒത്തിരി പണികളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇന്നലത്തെ സൺഡേയുടെ വീഡിയോയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന്
സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണം കേട്ടോ. എല്ലാവരുടെയും കമൻറ്റുകൾ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. മാറ്റണം കേട്ടോ, മാറ്റം ഞങ്ങൾ പിന്നെ മാറ്റും. ഇപ്പം എൻ്റെ മോനെ കാരണം ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ മാസം ചെയ്യേണ്ട ടിക്കറ്റ് വരെ ക്യാൻസൽ ചെയ്തു, നാട്ടിപ്പോക്ക് വരെ നിർത്തി കൊച്ചിനെ കാണണം. ദേ ഇടിവെട്ടുന്നുണ്ട് നല്ലൊരു സുന്ദര മഴ പെയ്യും, ഇടിവെട്ടുന്നുണ്ട്. കാരണം ഇവന് വയ്യാതായത് കൊണ്ട് മെഡിസിനൊക്കെ കൊടുക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം കേട്ടോ. അതുകൊണ്ട് ആ നാട്ടിപ്പോക്ക് വരെ നിന്നു. മറ്റത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ ഞങ്ങൾ പോകുന്നതാണ്. ഇപ്പോൾ അതുവരെ നിന്നു. ഇവനെ കുഞ്ഞിനെ കാരണം കുഞ്ഞിനെ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. കഴിക്കേണ്ട സമയം ഫുഡ് കഴിക്കാം, ലഞ്ച് കഴിക്കേണ്ട സമയം കേട്ടോ. അതാണ് ഇത് തണുക്കാൻ വെച്ചിരിക്കുന്നു മമ്മി. ആ ഇപ്പം തരാടാ, ഒന്ന് തണുക്കട്ടെ, തരാടി. ഭക്ഷണത്തിന് മുമ്പ് ഒരു ഡ്രോപ്പ് മെഡിസിൻ ഉണ്ട്, അത് തരണം. ഭക്ഷണത്തിന് ശേഷമുള്ള ഡ്രോപ്പ് മെഡിസിൻ ഉണ്ട്, തരണം. മോഹം കഴുകാനാണ് ഡാഡി ഷേവ് ചെയ്യണ കണ്ടോണ്ട് മോഹം കഴുകാൻ കണ്ടില്ലേ, കണ്ടോ? ഇതാണ് എൻ്റെ സ്വഭാവം, കണ്ടില്ലേ? ഏത് റൂമിൽ കിടന്നാലും ആ ഷേവ് ചെയ്യണ സമയം ഓടി വരും കേട്ടോ, രാവിലെ. അതവന് സ്ഥിരം പതിവാണ്. അപ്പം അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. കഴിഞ്ഞോ? തുടച്ചു തരാം, വാ. വേണ്ടല്ലോ, 2-3 എണ്ണമെല്ലാം കഴിച്ചത് പൊന്നു മോൻ കഴിച്ചിട്ടില്ല. വെള്ളം ഒരുപാട് കുടിച്ചല്ലോ, പിന്നെന്താണ്? പിന്നെയും പോണം മോഹം കഴിയാൻ വേണ്ടി. ഇത് കണ്ടോ? ഇനി മതി. ഓ മതി, ഇനി മതി. കൊണ്ടുപോകാൻ ഇറങ്ങി പോകുന്നതാണ് കേട്ടോ. എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി, മമ്മി വരണില്ലേ വീഡിയോ എടുക്കാനെന്നാണ്. മൊബൈലെടുത്താ കൊണ്ടുവന്ന് ടാറ്റ. ഉറക്കത്തിൽ നിന്ന് വന്നതാ, ഫോണ് കണ്ടിട്ട്. ഉറക്കമായിരുന്നു. ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണം കേട്ടോ. അപ്പോൾ മോൻ്റെ ഡെയിലി വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. പോവാം നമുക്ക്. ചൂട് വാ, കുഞ്ഞിന് ചോറൊക്കെ വെക്കണം. പോയാ അച്ഛ, വാ, എന്നെ നോക്കുന്നു. അച്ഛനെ കൊണ്ടുപോയിട്ട് ഞാൻ വരണുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഞാൻ കയറി വരണുണ്ടോ, എൻ്റെ മമ്മി വരണുണ്ടോ, എൻ്റെ മമ്മിയെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ വയ്യേ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അവിടെ വാന്ന് ഞാൻ വിളിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വന്നതാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് മോൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം. വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കണം കേട്ടോ. കണ്ടോ കള്ളൻ? എന്നിട്ട് നോക്കുന്നു. എൻ്റെ കുഞ്ഞു വിശേഷമൊക്കെ ആയിട്ട്, ഡെയിലി വിശേഷങ്ങളും എൻ്റെ കുളിയും ഒക്കെ ആയിട്ട് വന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അവിടെ ഇരുന്ന് ഒന്ന് ഹൈ ഒക്കെ കൊടുത്തേ. ഇത് കണ്ടോ, ഹായ് ബായ്. മമ്മി വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ബായ്, അപ്പുറത്തെ കയ്യിൽ ബായ്. ടാറ്റ പറ, ടാറ്റ. അനിമാർക്കും അങ്കിൾമാർക്കൊക്കെ ടാറ്റ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരും അല്ലേ പൊന്നു? നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരും അല്ലേ പൊന്നു? ടാറ്റ പറ, ടാറ്റ. ഒന്നും കൂടെ ടാറ്റ. കണ്ടല്ലോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇന്ന് കണ്ടൻറ്റ് ഇതൊക്കെ കിട്ടിയുള്ളൂ. ഇന്നലെ പിന്നെ ചെറിയ കണ്ടൻറ്റൊക്കെ കിട്ടിയത് ഞാൻ ഷോർട്ട് വീഡിയോ ആക്കി കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.